മലയാളീസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ട്. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, സവാള, ഗിരി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ച് നല്ല സ്വയംഭൻ ചിക്കൻ പെരട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നു. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കുറച്ചിട്ടിട്ട് പോസ് അടിക്കണേ. ഒരു സവാള ഇട്ടു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ വലിയ എക്സ്പെർട്ട് കുക്സ് ഒന്നുമല്ല, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. മെയിൻ കുക്ക് സ്റ്റുവാർട്ട് സെബാസ്റ്റ്യൻ. സ്നേഹമുള്ളവർ സ്റ്റ്യൂവി എന്ന് വിളിക്കും അല്ലേ? സ്നേഹം കുറച്ചുകൂടെ കൂടിയവർ വാട്ട എന്ന് വിളിക്കും. എല്ലാ സൺഡേ നന്നായിട്ട് കുക്ക് ചെയ്ത് അതെ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച ഇപ്പം ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞാൻ ഡയറ്റിങ്ങിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കാറില്ല. പക്ഷേ സൺഡേ നമ്മൾ ചീറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൺഡേ നമ്മൾ കുക്ക് ചെയ്യുന്നു, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇന്ന് ലാവിഷായിട്ട് ചോറും ചിക്കൻ കറിയും ഒക്കെ വെച്ചിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. കണ്ണിരിഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് സവാള ഒന്ന് അതിൻ്റെ കുറച്ച് ഉപ്പിടാം. ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും സവാളയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് ഈ എന്താ പറയുക, കുക്കിംഗ് തിയറി പ്രകാരം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പിട്ട അതിന്റെ ചൂട് കൂടുമെന്നാണ് പറയുന്നത്. ചട്ടിയിൽ നിന്ന് വരുന്ന ചൂട് ഉപ്പ് കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എഫക്റ്റ് കൂടും. എടാ ആന്നടാ ഉള്ളയാണ് അങ്ങനെ അന്നേരം ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വയറ്റ് കിട്ടും. കുക്കിംഗ് തിയറി വയറ്റ് കിട്ടും. ഇത് നമ്മൾ വയറ്റുന്ന ഒരു ബ്രൗൺ കളർ ആവുന്ന റാംസേനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഫേമസ് ഷെഫ് കരയുന്നില്ല. റാംസെ നീ ഫോളോ ചെയ്തോ? ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. റാംസെ അതുപോലെ വളർന്നു വരുന്ന സോൾട്ട് വേ. നീ ഉപ്പിട്ടപ്പോ അതേപോലെ ഇടണമായിരുന്നു. സോൾട്ട് വേയുടെ അപ്പൻ അങ്ങനെ നീ പച്ചയ്ക്ക് തന്തയ്ക്കൊന്നും പറയാടാ. റാംസേല ഇത് കേട്ട് കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ സോൾട്ട് വെയർ റാംസേയുടെ മകനാണോ? അതാ പറഞ്ഞ വെറുതെ സോൾട്ട് വെയറുടെ അച്ഛനൊന്നും മാറ്റാൻ നിൽക്കില്ല. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ വയറ്റി എടുക്കുക. ഇവിടെ മുംബൈയിൽ നല്ല കനത്ത മഴ പെയ്യുകയാണ്. നമ്മളിവിടെ ഈ മഴയത്താണ് നമ്മൾ ചിക്കനൊക്കെ വെച്ച് കഴിക്കാമെന്ന് കരുതിയത്. ഇന്ന് ആക്ച്വലി നമ്മൾ വെളിയിൽ പോയി ഫുഡ് അടിക്കാമെന്നൊക്കെ കരുതിയാണ്. വെളിയിൽ പോകാനുള്ള മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് താഴത്തെ കടയിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു നമ്മൾ സെറ്റായിട്ട് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും. മഴ ഉണ്ടോ? എങ്കിൽ பார்த்தாലും മഴ ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു ചെറിയ നുള്ളു ഉള്ളി എടുത്ത് വായിലോട്ടിടുന്ന വാട്ട എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ്. ആ മുഖത്ത് വരുന്ന സന്തോഷം കണ്ട. ഏകദേശം വാടി ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല നമുക്ക് ഇനി ഇതിലേക്ക് ഞങ്ങൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ മുളകൊക്കെ തേച്ച് വെച്ചിരുന്ന ഒരു ചിക്കൻ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് പൈസക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ? ഇവിടെ നമുക്ക് അല്ല എല്ലായിടത്തും നമ്മൾ അന്നേരം നിങ്ങൾ ചോദിക്കും എല്ലായിടത്തും പൈസക്കാണ് വാങ്ങുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് 50 രൂപയ്ക്ക് ചിക്കൻ കിട്ടും, 30 രൂപയ്ക്ക് ചിക്കൻ കിട്ടും, 100 രൂപയ്ക്ക് ചിക്കൻ കിട്ടും. ഇന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 100 രൂപയുടെ ചിക്കനാണ്. ചിക്കൻ കിലോയ്ക്ക് 150 രൂപയാണ്. അന്നേരം 100 രൂപയുടെ ചിക്കൻ വാങ്ങിച്ച് അതിനെ വെച്ചിട്ട് നമ്മൾ 2 പേരുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും വേണ്ടിയിട്ട് 100 രൂപയുടെ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ പെരട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എന്തിന് ചിക്കൻ? പാല് ഒരു 10 രൂപ. 10 രൂപയ്ക്ക് പാല്, 10 രൂപയ്ക്ക് രാവിലെ പാല് കിട്ടും.
നമ്മളെ ആവശ്യം അനുസരിച്ച് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ കിട്ടും. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ അങ്ങനെ കിട്ടും, പാല് വേണമെങ്കിൽ പാൽ അങ്ങനെ കിട്ടും. അതാ നമ്മുടെ വന്നു നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഒന്നാം തരം കിടുക്കാച്ചി ചിക്കൻ. ഇനി വാട്ട അതിലോട്ട് ഇടുകയാണ്. കളർ കണ്ട, ഇത് പച്ചയാണ്, ഇപ്പൊ എടുത്ത് കഴിക്കരുത്. കണ്ട കഴിക്കാൻ തോന്നുമെങ്കിലും സംഭവം പച്ചയാണ്. നമ്മൾ നല്ലവണ്ണം ഇളക്കി മറിച്ച് സെറ്റാക്കി. മണത്തിന്ന് മനസ്സിലാവും നല്ല എരിവുണ്ടെന്ന്. സാധന എരിവുണ്ട്, നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് ഇട്ടായിരുന്നല്ലോ, അത്ര മതിയാവും. ചെറിയ പ്ലേറ്റ് നേരം റെസ്റ്റ് ഇൻ പീസ്. അവിടെ ഇരുന്ന് ഒന്ന് ചാറൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റ് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും. അടച്ചു വെക്കണം, വെയിറ്റ് എന്തെങ്കിലും വെക്കണം. ഞാനത് നോക്കണത് ആ വഴിയുണ്ട്. ഞങ്ങൾക്ക് വെയിറ്റ് വെക്കാനൊന്നുമില്ല, അതുകൊണ്ട് കുക്കിംഗ് സ്പേസ് ഒക്കെ അടിപൊളിയാണ്. മീൻ കുറേ ഓടാണ്. ചിക്കൻ പെരട്ട് റെഡി ആയിരിക്കും. ചിക്കൻ പെരട്ട് തരംതിരിപ്പുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് നല്ലതാണ്. കാണാൻ കണ്ട. ഇനി അത് ഒരു പീസ് എടുത്ത് സ്റ്റുവായിട്ട് വായിലോട്ട് വെച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കണം. ഞാൻ കഴിക്കാം. പകുതിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കൊടുക്കട്ടെ. ഇതാണ് ചിക്കൻ. സൂപ്പർ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. നമുക്കിനി അടുത്ത തവണ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. വാഗ്ദാനങ്ങളൊന്നും തരാനുള്ള നിവർത്തിയില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും അടുത്ത തവണ ബട്ടർ ചിക്കൻ. കഴിഞ്ഞ വട്ടം ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരുന്നു, സൂപ്പർ ഡൂപ്പർ ബട്ടർ ചിക്കൻ ആയിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ സൂപ്പർ ഡൂപ്പർ അല്ല, അവസാനം അപ്പുറത്തെ വീട്ടിലെ ചെക്കന് കൊടുത്തിട്ടാണ്. പക്ഷെ ബട്ടർ ചിക്കൻ അടിപൊളിയായിരുന്നു. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ തിന്നില്ല. പിന്നെ ഇവിടെ ഉള്ള കുട്ടൻ, കള്ളക്കുട്ടൻ വെജിറ്റേറിയൻ ആണ്, അവൻ അങ്ങനെ ചിക്കൻ തിന്നത്തേ ഇല്ല, അതുകൊണ്ട് അവനും തിന്നില്ല. സ്റ്റുവർട്ടിന് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ തിന്ന് സഹായിച്ചു. സോ വി ആർ വൈൻഡിങ് അപ്പ് അവർ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണാം. സീ യു.